നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഞാൻ എടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കിലെ ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, അതായത് നിത്യ ജീവിതത്തിലെ സയൻസ് എന്നുള്ള ടോപ്പിക്കാണ്, ശാസ്ത്രം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്താണ് ഈ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം വരുന്നത്, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 10ാമത്തെ ചാപ്റ്റർ ആണ്, സുരക്ഷ ഭക്ഷണത്തിലും. ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ട ഒരുപാട് പോയിന്റ്സ് അടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 10ാമത്തെ ചാപ്റ്റർ സുരക്ഷ ഭക്ഷണത്തിലും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മാങ്ങ വിശേഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നെയുണ്ട്, പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. അപ്പൊ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. കൂടാതെ മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് മാങ്ങ സുലഭമായിട്ട് ലഭിക്കുന്നത്. ഇത്രയും പോയിന്റ് ഇവിടെ ഓർക്കുക. ഇനി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ഒരുപാട് രീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്. ഇവിടെ ഉദാഹരണം കാണിച്ചിരിക്കുന്നു, നെല്ലിക്ക ഉപ്പുവെള്ളത്തിൽ, മാങ്ങ ഉപ്പുവെള്ളത്തിൽ, ചെറി പഞ്ചസാര ലായനിയിൽ, മുന്തിരിങ്ങ ഉണക്കിയത്, മുളക് കൊണ്ടാട്ടം, വറ്റൽ മുളക്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലും പ്രവർത്തിക്കുന്നത് സൂക്ഷ്മജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇനി നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എവിടെ എടുത്തു വെക്കാറുണ്ട്? റെഫ്രിജറേറ്ററിൽ എടുത്തു വെക്കാറുണ്ട്. ഈ റെഫ്രിജറേറ്ററിൽ എടുത്തു വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ റെഫ്രിജറേറ്ററിൽ വെക്കാറുണ്ട്. അതായത് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവ കേടുവരാതിരിക്കുന്നത്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ വളരെ താഴ്ന്ന താപനിലയാണ്, നമ്മുടെ റൂം ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന താപനിലയാണ് റെഫ്രിജറേറ്ററിൽ. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവ കേടുകൂടാതെ ഇരിക്കുന്നത്. ഇനി കേടുവരുന്നത് എങ്ങനെയാണ്? ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഡീകമ്പോസിഷൻ പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ജീർണിക്കുന്നത്, അതായത് കേടുവരുന്നത്. അപ്പൊ ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ജീർണിക്കുന്നത്. കൂടിയ താപനിലയിൽ ഒട്ടുമിക്ക സൂക്ഷ്മജീവികളും നശിച്ചു പോകും. അതുപോലെ തന്നെ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. കൂടിയ താപനിലയിൽ ഒട്ടുമിക്ക സൂക്ഷ്മജീവികളും നശിച്ചു പോകും. വളരെ താഴ്ന്ന താപനിലയിലാണെങ്കിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതം ആകും. ഓക്കെ, ഇനി ചക്കയുടെ ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ. ചക്കയിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഓർക്കുക. 23.5 ഗ്രാം അളവിലാണ്. 100 ഗ്രാം ചക്ക എടുത്തു കഴിഞ്ഞാൽ അതിൽ 23.5 ഗ്രാം അളവിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇവിടെ ഓർക്കുക. അടുത്തത് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ? പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത്. എന്താണിത്? 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രിയിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. അതായത് 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രിയിൽ പാല് ചൂടാക്കും, എന്നിട്ട് പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. അപ്പോൾ ഈ പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശ സ്തരം അതിവേഗത്തിലുള്ള ഈ ഒരു താപ വ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവ നശിക്കുന്നു. അതാണ് പാസ്ചറൈസേഷൻ എന്ന രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ പാസ്ചറൈസേഷൻ എന്തിനാണ്? പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നത് കാരണം സംഭവിക്കുന്നത് പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം, അതായത് സെൽ മെംബ്രെയിൻ പൊട്ടിപ്പോകുന്നു. ഈ പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ,
ഇനി മത്സ്യങ്ങളൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസിലിട്ട് വെക്കാറുണ്ട്, അതറിയാം. അതുപോലെ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന രാസവസ്തുവും ചേർക്കാറുണ്ട് മത്സ്യങ്ങളൊക്കെ കേടാവാതിരിക്കാൻ. ഇനി അടുത്ത പോയിന്റ്, ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങളുണ്ട്. എന്താണ്? ലോകാരോഗ്യ സംഘടന 5 സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് ഒരു തടയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? 1. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. 2. പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക. 3. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. 4. സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. 5. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. ഈ 5 മാനദണ്ഡങ്ങളാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, എന്താണ് പ്രിസർവേറ്റീവുകൾ? പ്രിസർവേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ. അപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രിസർവേറ്റീവുകൾ ഏതൊക്കെയാണ്? ഉപ്പുലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി. ഉപ്പുലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി തുടങ്ങിയവയാണ് പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവുകൾ. ഇപ്പോ കൃത്രിമമായിട്ട് രാസവസ്തുക്കളും പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ രാസവസ്തുക്കളും പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, ഇതാണ് കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ നിങ്ങൾക്ക് പഠനം ഈസി ആക്കാൻ പറ്റിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം, അൺഅക്കാഡമി. അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ട് ഒരു 60 ദിവസത്തെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മെയ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്, 9 ഡിഫറെന്റ് സബ്ജക്ട്സ്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ലൈവ് ക്ലാസ്സസ്, PDF നോട്ട്സ്, ക്യൂസസ്, അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ്സ് ആക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ആമാശയത്തിൽ എത്തുന്നത് ദോഷകരമാണ്. അതിനാൽ മത്സ്യം വാങ്ങിയ ഉടനെ ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകണം. അപ്പൊ മത്സ്യങ്ങളൊക്കെ ഐസിലിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഐസ് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് മത്സ്യം വാങ്ങിയ ഉടനെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകണം എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ ആമാശയത്തിൽ എത്തിയാൽ അത് ദോഷകരമാണ്. അടുത്ത പോയിന്റ് മായം ചേർക്കലാണ്. മായം ചേർക്കൽ. എന്താണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്? ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. അപ്പോൾ ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. പാലിൽ വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർക്കുന്നത് മായം ചേർക്കലാണ്. മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നതും കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിന്റെ തോട് പൊടിച്ച് ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെയാണ്. അപ്പോ കുറച്ച് മായം ചേർക്കൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കുരുമുളകില് മായം ചേർക്കല് ഉണങ്ങിയ പപ്പായക്കുരു മിനറൽ ഓയിൽ കോട്ടിംഗ്. അപ്പൊ മിനറൽ ഓയിൽ കോട്ടിംഗ്, ഉണങ്ങിയ പപ്പായക്കുരു എന്നിവ ഉപയോഗിച്ചിട്ടാണ് കുരുമുളകിൽ മായം ചേർക്കുന്നത്. അപ്പൊ ഇത് കാരണം നമുക്ക് ഉണ്ടാകാനിടയുള്ള പ്രശ്നം അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നത് ഉദരത്തിന് അസ്വസ്ഥതയുണ്ടാകും, കരൾ സംബന്ധമായ രോഗമുണ്ടാകും. ഉദരത്തിന് അസ്വസ്ഥതയുണ്ടാകും, കരൾ സംബന്ധമായ രോഗമുണ്ടാകും. പരിപ്പില് കേസരി പരിപ്പാണ് ഉപയോഗിക്കുന്നത് മായം ചേർക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാകാനിടയുള്ള പ്രശ്നം നാഡീസ്തംഭനമാണ്. പാലില് ജലം അല്ലെങ്കിൽ സ്റ്റാർച്ച്, അന്നജം, ഗുണനിലവാരം കുറയുന്നു. മുളക് പൊടിയില് ഇഷ്ടികപ്പൊടി ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പഞ്ചസാരയില് ചോക്ക് പൗഡർ, റവ, നേർത്ത മണല്
ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. തേയിലയിൽ കൃത്രിമ ചായമാണ് മായം ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മായം ചേർക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി പാലിന്റെ ഗുണനിലവാരം. പാലിന്റെ ശുദ്ധത അഥവാ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ലാക്ടോമീറ്റർ. എന്താണ്? ലാക്ടോമീറ്റർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ പാലിന്റെ ഗുണനിലവാരം അഥവാ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇനി ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. അപ്പൊ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ നിയമം 2006 പ്രാബല്യത്തിൽ വന്നത്. വർഷം ഓർക്കുക, 2006. 2011 ഈ നിയമം പരിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശിക്ഷാർഹമാണ് ഈ നിയമം അനുസരിച്ച്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. അതേതാ? FSSAI. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI എന്ന ഏജൻസിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. ഇനി ഈ ഒരു മാർക്ക് കണ്ടിട്ടുണ്ടോ? ഇതാണ് അഗ്മാർക്ക്. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്നുള്ളതിന്റെ മുദ്രയാണ് അഗ്മാർക്ക്. അപ്പൊ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് എന്ത്? അഗ്മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ് ഇവിടെ ഓർക്കുക. നോൺ വെജിറ്റേറിയൻ. നോൺ വെജിറ്റേറിയന്റെ സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു സർക്കിളാണ്. വെജിറ്റേറിയൻ ആണെങ്കിൽ ഗ്രീൻ കളറിലുള്ള സർക്കിളാണ്. അടുത്തൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിശ്ചിത അളവിൽ അനുവദനീയമായ രാസവസ്തുക്കളാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നിശ്ചിത അളവിൽ അനുവദനീയമായ രാസവസ്തുക്കൾ. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ 3 രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് കാർമോയിസിൻ. കാർമോയിസിൻ ഏത് നിറം നൽകാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാം. കാർമോയിസിൻ എന്താണ്? ചുവപ്പ്. എറിത്രോസിൻ ആണ് വളരെയധികം ഇമ്പോർട്ടന്റ്. എറിത്രോസിനും ചുവപ്പാണ്. ഈ എറിത്രോ എന്ന് പറയുന്ന വാക്ക് തന്നെ റെഡ് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് RBC, എറിത്രോസൈറ്റ്. ഓക്കെ, അപ്പൊ എറിത്രോസിൻ എന്ന് പറയുന്ന ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ടാണ്. പോൺസി 4R. 4R, ഈ R4 റെഡ് എന്ന് ഓർത്താൽ മതി. പോൺസി 4R ചുവപ്പ് നിറം നൽകാൻ. അപ്പൊ കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി 4R ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട്. മഞ്ഞ നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിനും സൺസെറ്റ് യെല്ലോയുമാണ്. ഏതൊക്കെയാണ്? ടാർട്രസിനും സൺസെറ്റ് യെല്ലോ. നീലനിറം നൽകാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ കാർമൈനും അതുപോലെ ബ്രില്യന്റ് ബ്ലൂവുമാണ്. ഇൻഡിഗോ കാർമൈനും ബ്രില്യന്റ് ബ്ലൂവുമാണ് ചേർക്കുന്നത്. പച്ചനിറം നൽകാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഗ്രീൻ ആണ് ഉപയോഗിക്കുന്നത്. ഫാസ്റ്റ് ഗ്രീൻ എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചുവപ്പ് നിറം നൽകാൻ കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി 4R. മഞ്ഞ നിറം നൽകാൻ ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ. നീല നിറം നൽകാൻ ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. പച്ചനിറം നൽകാൻ ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കുറെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു. കൂടാതെ HSA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ 27 ഏപ്രിലിന് സ്റ്റാർട്ട് ആയിട്ടുള്ള 2 എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ കോഴ്സും ഒറ്റ പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ. കൂടാതെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ 28 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ജേതാവ്. 8 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. ഫ്രീ കണ്ടന്റ്സ് ആക്സസ് ചെയ്യാനും ഈ കോഡ് യൂസ് ചെയ്താൽ മതി.